ഇന്റർവെല്ലിൽ സീറ്റിൽ എഴുന്നേറ്റ് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ട് എഴുന്നേറ്റ് ഓടിപ്പിച്ച പടം. ഇന്റർവെല്ലിൽ സീറ്റിൽ നിന്ന് എഴുന്നേക്കുമെന്ന് കാണുമെന്നാ പറഞ്ഞ, പക്ഷെ ഞാനൊക്കെ സീറ്റിൽ എഴുന്നേന്ന് പോയി. പണിക്ക് പോകാതെ പടത്തിന് കയറിയവരുടെ കൂലി കളഞ്ഞ പടം. നാട്ടുകാരെ കൊണ്ട് ലീവ് ആണ് ബെസ്റ്റ് പടമെന്ന് പറയിപ്പിക്കാൻ എടുത്ത പടം. അതെ ഗൈസ്, കൂലി. ഭാഷ 100 പടയപ്പ. ജയിലർ കണ്ടിട്ട് ഇതല്ല, ഈ ജയിലർ കണ്ടിട്ട് എനിക്കും വേണം തലയിൽ വെച്ച് അതൊരു പടമെന്നും പറഞ്ഞ് ലോക്കി പണി പണ്ണലാണ് ഗൈസ് കൂലി. പടം തുടങ്ങുന്നത് ഗോൾഡ് ഇലക്ട്രോണിക്സ് എല്ലാം സ്മഗിൾ ചെയ്യുന്ന ഒരു സിൻഡിക്കേറ്റ് കാണിച്ചുകൊണ്ടാണ് ഗൈസ്. ഇതിന്റെ എല്ലാം ഹെഡാണ് നാഗാർജുന. സ്വന്തമായിട്ടൊരു പോർട്ട് തന്നെ ഉണ്ടാണ്. ഇതും പോയിട്ട് മോനാണെങ്കിൽ കസ്റ്റംസ് ഓഫീസർ. ഇവരെ ഞാൻ എവിടെയോ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി ഈ പോർട്ടിലെ കൂലികളെല്ലാം മാനേജ് ചെയ്യുന്ന ആളാണ് നമ്മുടെ സൗബിൻ അണ്ണൻ. മോണിക്ക, മോണിക്ക, ലവ് യു മോണിക്ക, മോണിക്ക. ഇനിയാണ് ഗൈസ് തലവരുടെ ഇൻട്രോ. നായകനല്ലേ? ആര്? രജനി. കോപ്പാണ്. തലവർക്ക് ബേസിക്കലി ദേവാ മാൻഷൻ എന്നൊരു ലോഡ്ജ് നടത്തലാണ് പണി. ഇവിടെ കുറച്ച് റൂൾസ് ഉണ്ട് ഗൈസ്. ഒന്ന്, പുള്ളിക്ക് ഇഷ്ടപ്പെട്ട സിനിമയും പാട്ടും ഇവിടെ വെക്കാവൂ. ഇനി ഇതൊക്കെ ഇട്ടുകൊടുക്കുന്നതോ ഡയറക്റ്റ് സൺ മ്യൂസിക് ചെയ്യുന്നത്. പിന്നെ അണ്ണ 30 വർഷമായിട്ട് കള്ളു കുടിച്ചിട്ടില്ല, അതുകൊണ്ട് വേറെ ആരും കുടിക്കാനും സമ്മതിക്കത്തില്ല. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും, ഞാൻ തൂറി എറിയും നിന്നെ. അപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്താണ് ദേവയുടെ ഫ്രണ്ട് മരിച്ചെന്നറിയുന്നത് ഗൈസ്. ഫ്രണ്ടിന്റെ മോളാണ് നമ്മുടെ ശ്രുതി ഹാസൻ. പുള്ളിയുടെ മരണം കൊലപാതകമാണെന്ന് അന്വേഷിച്ചിരുമ്പോഴാണ് ഗൈസ് ദേവ അതറിയുന്നത്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ രാജശേഖർ, അതായത് ദേവയുടെ ഫ്രണ്ട്, ഒരു ടൈം ട്രാവൽ ചെയർ, ഒരു ഇലക്ട്രിക് ചെയർ കണ്ടുപിടിക്കും മൃഗങ്ങളുടെയൊക്കെ ബോഡി ധരിച്ചു കളയാൻ. ഇതിനെന്തിനാടാ കസേരയൊക്കെ? സാധാ ചെയ്യുന്ന പോലെ വെല്ലോടത്തും കൊണ്ടുപോയി കുഴിച്ചിട്ടാ പോരെ. അപ്പൊ ഇതറിഞ്ഞ നാഗാർജുന പറയും, എനിക്ക് കുറെ ബോഡിയൊക്കെ കരിച്ചു കളയാനുണ്ട്, ഈ ചെയർ എനിക്ക് വേണമെന്ന്. വലിയൊരു സ്മഗ്ലറാണ്, ഒരു പോർട്ട് വരെ സ്വന്തമായിട്ടുണ്ട്, എന്നിട്ട് കുറച്ച് ബോഡീസ് ഡിസ്പോസ് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല അണ്ണാ. അപ്പൊ ഇതിന്റെ ഗുട്ടൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി കുറച്ച് ഫൈറ്റിംഗ് ക്ലാസ് ഒക്കെ നടത്തിയിട്ട് ദേവയും ശ്രുതിയും കൂടി മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞ് നാഗാർജുനയുടെ ഗ്യാങ്ങിൽ കയറി പറ്റും. പക്ഷെ രണ്ടെണ്ണത്തിന് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. പക്ഷെ എന്തൊക്കെയോ ചെയ്ത് വർക്കാക്കിയിട്ട് ചാരവാക്കാം ഗൈസ്. പിന്നെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സൗബിൻ ഒരു പോലീസാണെന്ന് നാഗാർജുന അറിയുന്നത്. എന്നിട്ട് സൗബിനെ അടിച്ചു കൊന്നിട്ട് ദേവയോട് പറയും, ഇവനെ നമുക്ക് ചാരവാക്കണ്ട, കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ മതിയെന്ന്. പക്ഷെ കുഴിച്ചിടുമ്പോഴാണ് ഗൈസ് സൗബിൻ മരിച്ചിട്ടില്ലെന്ന് അറിയുന്നത്. ഈ പടത്തിലെ സൗബിനും തഗ് ലൈഫിലെ കമൽഹാസനും ഒക്കെ ഒരേ വേടുന്നതാണ് ഗൈസ്. രണ്ടും പാണ്ടിലൂർ ഏരിയയിലും ചാവത്തില്ല. അങ്ങനെ സൗബിനോട് ദയ തോന്നിയ ദേവ പുള്ളിയെ വെറുതെ വിടും. എന്നിട്ട് ആരാന്ന് പോലും അറിയാത്തതിന്റെ കൂടെ നീ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഹാസനെയും പറഞ്ഞു വിടും. എന്നിട്ട് തിരിച്ചു വന്ന ദേവയോട് സൈമൺ ഫുണ്ട, അതായത് നാഗാർജുന പറയും, നീ രാജശേഖരുടെ ഫ്രണ്ടാണെന്ന് എനിക്ക് അറിയാമെന്നും അവനെ കൊന്നത് സൗബിനാണെന്നും. എടാ മരപ്പാഴ, ഇത് നിനക്ക് ആദ്യം പറഞ്ഞിട്ട് അവനെ ഞാൻ ചേര് കയറ്റി ചാരവാക്കിയ പോരായിരുന്നോ? ഈ പ്രശ്നമല്ല അവിടെ കൊണ്ട് കഴിഞ്ഞേനെ. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ശ്രുതി ചേച്ചി അവന്റെ കസ്റ്റഡിയിലായി. ഒരു ട്രെയിനല്ലേ ഓടിക്കുന്നത്? ഇവരിത് എങ്ങനെ കയറി, എങ്ങനെ ഇറങ്ങും? പിന്നെ അത് ആൾക്കാരെവിടെ? എന്തരടേ ഇത്? ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ രജനീനും പിന്നെയും കുടിക്കാൻ തുടങ്ങും ഗൈസ്. ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇത്രയൊക്കെ കണ്ടുപിടിച്ച് ഈ മരപ്പാഴിന് ദേവ ആരാന്ന് മാത്രം ഇതുവരെ അറിയത്തില്ല.
ഇനി നാഗാർജുനന്റെ മോന് ഇവിടെ വർക്ക് ചെയ്യുന്നൊരു പെണ്ണിനെ ഇഷ്ടമാണ്, പക്ഷെ അവളാണെങ്കിൽ സൗബിന്റെ ഭാര്യയും. അപ്പം മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നാഗാർജുനയ്ക്ക് ഗോൾഡ് സ്മഗ്ലിങ്ങിന്റെ കൂടെ ഹൃദയം സ്മഗിൾ ചെയ്യുന്ന പരിപാടിയുണ്ട്. കണ്ണും മൂക്കും വൃത്തിയൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഹൃദയം മാത്രം. ഇതൊക്കെ എടുക്കുന്നതാണെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന കൂലികളിൽ നിന്നും. ഇനി സൗകര്യം ഭാര്യയും കേരള പോലീസിൽ നിന്ന് ഞങ്ങൾക്കോ ഗുണമില്ല, എന്നാൽ നീയൊക്കെ അവിടെ പോയി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അണ്ടർ കവറിൽ പറഞ്ഞു വിട്ടതാണ്. അവരാണെങ്കിൽ ഇവിടെ വന്ന് നാഗാർജുനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന രജനി എണ്ണൻ ഭാര്യയും കിട്ടിയിട്ട് സൗബിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ശ്രുതിയെ രക്ഷിക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഇനിയൊരു സൗബിനെ കൊല്ലുമായിരിക്കുമെന്ന്. ഇല്ല ഗൈസ്, സൗബിനെ അവിടെ കെട്ടിയിട്ട് അണ്ണന്മാർ പോവും. അവനാണെങ്കിൽ ആ കെട്ടും പൊട്ടിച്ച് ശ്രുതിയുടെ പുറകെ പിന്നെയും പോവും. ഇനി ഇത്തരം പ്രശ്നത്തിനിടയ്ക്ക് ദേവ ലോഡ്ജിൽ പോകും ഗൈസ്. എന്തിനാന്ന് ചോദിച്ചാൽ പുള്ളിക്ക് ആരാന്നറിയാത്ത സ്വന്തം മോള് പുള്ളിയെ ലാൻഡ് ലൈനിൽ വിളിക്കുമെന്ന് രാജശേഖർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കോൾ എടുക്കാനാണ് അണ്ണൻ അവിടം വരെ ഓടിപ്പോയത്. എൻ്റെ പൊന്നണ്ണ, ഒരു മൊബൈലല്ലേ കയ്യിരിക്കുന്നത്, അതിൻ്റെ നമ്പർ കൊടുത്താൽ പോരെ? അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും കോൾ എടുക്കാൻ പറഞ്ഞാൽ പോരെ? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഇനി നമ്മൾ വിചാരിക്കും ഇവളിവനെ ചതിച്ചതല്ലേ, ഇവളെയെങ്കിലും കൊല്ലുമായിരിക്കുമെന്ന്. പക്ഷേ ഈ പൊട്ടനെ അവളെ അയച്ചു വിട്ടിട്ട് അവളെ ഇയാളെയും കൊന്നിട്ട് പോകും. എന്നാലും ബാക്കി ആർക്കും അറിയാത്ത ഇതിൻ്റെ ടെക്നിക്ക് ഇവർക്ക് എങ്ങനെ പിടികിട്ടി? ഇനി നമ്മളൊരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് പോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് എത്താനല്ലേ നോക്കത്തുള്ളൂ. ഇവിടെ അങ്ങനെയല്ല ഗൈസ്, ഇവിടെ റോഡ് സൈഡിൽ ദോശ കഴിച്ചുകൊണ്ടിരിക്കും. സൗബിനാണെങ്കിൽ കറക്റ്റായിട്ട് അവരെ കണ്ടുപിടിക്കുകയും ചെയ്യും. ഇനി ഒരു ചേസ് സീനാണ് ഗൈസ്. എടാ മരപ്പാഴികളെ, നിങ്ങൾ കാറിലാണ്, അവൻ ബൈക്കിലും. ഒന്നെങ്കിൽ ആ വണ്ടിയും കൊണ്ട് അവനെ ഒന്ന് ഇടിച്ചിട്, അല്ലെങ്കിൽ ആ ഗ്ലാസ്സിലും ഒന്ന് താത്തിയിട്. എന്നിട്ട് ആ ഗ്ലാസ്സിനകത്തൂടെ തന്നെ അവൻ അകത്തോട്ട് കയറും. യെസ് ഗൈസ്, ഫൈനലി പുള്ളി ചത്ത്. യമനുക്ക് എന്നെ ரொம்ப பிடிக்கும். ഓടുവച്ചേ വായ നോക്കി നിൽക്കാതെ. എന്നിട്ട് എന്തൊക്കെ അപരാധങ്ങൾ കാണിച്ചപ്പോൾ എല്ലാം കൂടെ ട്രെയിനിൽ കയറും. പക്ഷേ ഇപ്രാവശ്യം ട്രെയിൻ ഓടിക്കുന്നതിന് മുന്നേ ദേവയുടെ വേറൊരു ഫ്രണ്ട് സൗകര്യം കൂടി ട്രെയിനിൽ നിന്ന് ചാടും. യെസ്, ഇപ്രാവശ്യം ചാവും ഗൈസ്. എന്താ പേര്, സുദീഹാസൻ സേഫ് ആയല്ലോ. சரி சரி நீ பதறாத, டாக்குமெண்ட்ஸ் இருக்கிற எனக்கு தெரியும். நீ ஸ்டேஷன் பார்க்கிங்க்கு போ, வண்டி நம்பர் 0026 அந்த. എന്നാലും ഇവിടെ എങ്ങനെ കറക്റ്റായിട്ട് ട്രെയിനിൽ വന്ന് കയറി? എന്നിട്ട് സ്റ്റേഷനിൽ ഇല്ല വന്ന് വിളിച്ചപ്പോൾ സുധി ഇവളുടെ കൂടെ കയറി പോകും. എൻ്റെ മോളെ, നേരത്തെ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഇവള് സൗബിന്റെ ഭാര്യയാണെന്ന് ക്ലിയർ ആയിട്ട് കണ്ടതല്ലേ. ഇനി തഗ് ലൈഫിലെ കമൽഹാസന്റെ ബാധ കയറിയ സൗബിൻ പോയി നാഗാർജുനെ മകനെയും കൊല്ലും. ഇതിന്റെ പ്രതികാരത്തിന് നീ സൗബിനെ കൊല്ലഞ്ഞിട്ടല്ലേ ഇതൊക്കെ സംഭവിച്ചതെന്നും പറഞ്ഞ് നാഗാർജുന ദേവയെ കൊല്ലാൻ ലോഡ്ജിൽ ആളെ വിടും. പക്ഷേ ഇത് നമ്മൾ വിചാരിച്ചതുപോലെ ഒരു സാധാരണ ലോഡ്ജ് അല്ല ഗൈസ്. ദേവ 30 വർഷം മുമ്പ് ഭയങ്കര ടെറായിട്ടുള്ള ഒരു കൂലി വർക്കറായിരുന്നു. അന്ന് കൂടെ ഉണ്ടായിരുന്ന 19 പേരും ഇപ്പോൾ പുള്ളിയുടെ കൂടി ലോഡ്ജിലാണ് താമസിക്കുന്നത്. ഇനി ഇവരുടെ കാര്യം പറയുവാണെങ്കിൽ ആരെങ്കിലും കൊല്ലാൻ വന്നാൽ പോലും ദേവ വിസിലടിച്ചാലേ തിരിച്ചടിക്കത്തുള്ളൂ. എന്നാലും എൻ്റെ ദേവണ്ണ, ഇത്രയും ആൾക്കാരുണ്ടായിട്ടാണ് ശ്രുതിയൊക്കെ സൗബിൻ്റെ കൂടെ ഒറ്റയ്ക്ക് വിട്ടത്. ഓ, വിസിലടിക്കാൻ ദേവ വേണമല്ലോ, അതായിരിക്കും. പിന്നെയുള്ളത് 19ാമത്തെ ഫുണ്ടയാണ് ഗൈസ്. ഈ ഫുണ്ടയുടെ കാര്യം പറയാനാണെങ്കിൽ വെളിയിൽ അത്രയും അടി നടന്നിട്ടും ദേവയ്ക്ക് വെട്ടുകൊണ്ടിട്ടും ദേവ വിളിക്കാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു ഇവൻ ഇറങ്ങി വരാൻ. എന്നാലും 30 വർഷം റൂമിലൊരു വിളിക്ക് വേണ്ടി കാത്തിരുന്ന് ഇങ്ങനെയൊക്കെ സമ്മതിക്കണം. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. എന്നിട്ട് അടിയെല്ലാം കഴിഞ്ഞിട്ട് കം ടു ഹാർബർ എന്ന് പറഞ്ഞ് ദേവണ്ണ ഒറ്റയ്ക്ക് പോകും. എന്നാ ഞാനും കൂടെ വന്നാ പോരെ? ഇതിൻ്റെ ഇടയ്ക്ക് സുദീഹാസനാണ് തൻ്റെ മകളെന്ന് ദേവ മനസ്സിലാക്കും.
അതുമാത്രമല്ല സുധീഹാസിന്റെ ഹൃദയമാണ് അടുത്തതായിട്ട് ഇവർക്ക് വേണ്ടത്. എന്നിട്ട് ഹാർബറിൽ ചെന്ന ദേവ നാഗോച്ചനോട് പറയും, പണ്ട് നിന്റെ ഡാഡിയെ കൊന്നത് ഞാനാണെന്ന്. கொடூரமாக்கும் அந்த முதலாளி பேர் சேவியர், உங்க அப்பா. அவனை கொன்ன அந்த லேபர் லீடர் தேவராஜ். என்ன எங்கேயோ பார்த்திருக்கேன்னு சொன்னீங்க. இன்னுமா என்ன தெரியும்? ഡേയ്, ഇപ്പോഴല്ലേ താൻ ആരാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞത്. എന്നിട്ട് പിന്നെയും ചോദിക്കുന്നത് ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്നിട്ട് ഫൈനലി ദേവണ്ണ വാച്ചുകൊണ്ട് ചെയിനൊക്കെ ഉണ്ടാക്കിയിട്ട് നാഗാർജുനയും കൊന്നിട്ട് സുധിയെ രക്ഷിക്കും. പക്ഷെ കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഇനിയാണ് റോളക്സിൻ്റെ ആമിർ ഖാൻ്റെ എൻട്രി. പുള്ളി വന്നിട്ട് 10-20 പേരെ വെടിവെച്ച് കൊല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. പക്ഷെ പുള്ളി വലിയ മാസിൽ വന്നിട്ട് പറയും, எப்படி இருக்கீங்க அண்ணா? എങ്ങനെ ഇരിക്കണം? ആമീർ ഖാനെ കൊണ്ടുപോയിട്ട് അവസാനം ഇത് കോമഡി പീസ്. ഈ വാണത്തിന് സ്വന്തം തന്തയെ കൊന്നവനെ മനസ്സിലായില്ല. ഇനിയർക്ക് നേരാവണ്ണം കാണാതെ പോലും മനസ്സിലായി ആരാണെന്ന്. ഇനി എവിടുന്നോ സൗബിനെ കണ്ടുപിടിച്ച് ആമിർ ഖാനും തരേവരും കൂടെ അവിടെ തന്നെ കൊന്ന് കുഴിച്ചിടും. மேலே போயிட்டு அவங்க கிட்ட என்ன சொல்லுது? யமனுக்கு என்ன ரொம்ப ഒരാളെ കുഴിച്ചിടാൻ എന്തിനാടാ ഇത്രയും വലിയ കുഴി? എന്നിട്ട് സ്വന്തം ഫ്രണ്ടിനെ കൊന്ന ദേവയോട് ചോദിക്കും, അണ്ണ എല്ലാം ഓക്കെയാണ്, എൻ്റെ കൂടെ നിൽക്കാവോ എന്ന്. മനുഷ്യനായി കഴിഞ്ഞ അപ്പോൾ ഇതാണ് ഗൈസ് പവർ ഇല്ലാത്ത പവർ ഹൗസ്. ഹൗസിനൊരു പവർ അല്ലേ ബ്രോ? പവർ ഹൗസിനൊരു പവർ കട്ടായി പോയി. പവർ ഇടയ്ക്ക് കട്ടായി പോയി. ബാക്കിയുടെ കഥ തിരക്കഥ സംഭാഷണം ഉച്ചം ഉഷ്ണയന മൂഞ്ചി കൃഷ്ണ. പ്ലീസ് സബ്സ്ക്രൈബ്